ശശി തരൂർ വിഷയം ഇങ്ങനെ ചർച്ച ചെയ്ത് സോഷ്യൽ മീഡിയ മാധ്യമങ്ങൾ, മുഖ്യധാരാ മാധ്യമങ്ങൾ എല്ലാം പറഞ്ഞ് ഒടുവിൽ ശശി തരൂർ പോകുന്നു എന്നുള്ള നിലയിലേക്ക് വലിയ രീതിയിൽ ഉപരാഷ്ട്രപതി സ്ഥാനം വളരെ പെട്ടെന്ന് രാജിവെച്ച് അവിടെ വലിയൊരു ശൂന്യത ഉപരാഷ്ട്രപതി സ്ഥാനത്തിന് നിൽക്കുമ്പോഴാണ് കോൺഗ്രസ് നേതൃത്വം വളരെ ക്ലോസ് ആയി വാച്ച് ചെയ്യാണ് ശശി തരൂരിനെ. ശശി തരൂർ ഇങ്ങനെ ഉപരാഷ്ട്രപതിയായി ഇന്ത്യയിൽ ഇങ്ങനെ സ്ഥാനാരോഹണം നടത്തുമെന്നുള്ള പ്രതീക്ഷയിൽ ഒരു കാര്യം ഉറപ്പാണ്, ശശി തരൂർ ഇതുവരെ കോൺഗ്രസ് വിട്ടുപോകും എന്നുള്ള ഒരു സ്റ്റാൻഡ് ഓപ്പണായി പറയുകയോ ഒന്നും ചെയ്തിട്ടില്ലെങ്കിലും ശശി തരൂർ കോൺഗ്രസ് വിട്ടു പോകേണ്ട ഒരു സമയമായി എന്ന് തന്നെ പറയാം. എല്ലാ രീതിയിലും കോൺഗ്രസ് കേരള നേതൃത്വം ഇങ്ങനെ ഒറ്റപ്പെടുത്തിയിട്ടിരിക്കുകയാണ് ശശി തരൂരിനെ. അതിനുള്ള എല്ലാ പ്രവർത്തനങ്ങളും ശശി തരൂർ ചെയ്തിട്ടുമുണ്ട്. ഏതൊക്കെ രീതിയിൽ കോൺഗ്രസ് നേതൃത്വത്തെ വെട്ടിലാക്കാമോ, കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വത്തെ വെട്ടിലാക്കാമോ, അതെല്ലാം കറക്റ്റ് സമയത്ത് തന്നെ മോദി സ്തുതിയിലൂടെയും BJP സ്തുതിയിലൂടെയും സംഘപരിവാർ സ്തുതിയിലൂടെയും ഒക്കെ ഇങ്ങനെ ശശി തരൂർ ചെയ്ത് കടന്നു പോകുമ്പോൾ ഉപരാഷ്ട്രപതി സ്ഥാനത്തിലേക്ക് ശശി തരൂരിൻ്റെ പേര് കൂടി കൂട്ടി വായിക്കുമ്പോൾ എത്ര കോൺഗ്രസ്സുകാർ പോയിരിക്കുന്നു. ഇരുട്ടി വെളുക്കും മുമ്പ് പോയവർ എത്ര, ഇവിടുത്തെ മഹാരഥന്മാരായ കോൺഗ്രസ്സുകാരുടെ മക്കളടക്കം എത്ര പേർ BJPയുടെ കാവ്യമുണ്ടുടുത്തു. ഇനി ശശി തരൂരിന് ഇവിടെ നിന്നിട്ട് യാതൊരു വിധത്തിലുള്ള കാര്യവുമില്ല. ശശി തരൂർ BJPയിലേക്ക് പോവുക തന്നെ ചെയ്യുക. കാരണം കോൺഗ്രസ് പ്രസ്ഥാനത്തിൻ്റെ ത്രിവർണ പതാകയുള്ള ഷാളിങ്ങനെ ഇട്ട് നടന്നതുകൊണ്ട് കോൺഗ്രസ്സുകാരനാവില്ലല്ലോ. ആ പ്രസ്ഥാനത്തിനോട്, അതിൻ്റെ നേതാക്കന്മാരോട്, അതിൻ്റെ പ്രത്യയശാസ്ത്രത്തോടൊക്കെ പുലർത്തേണ്ട നീതിയില്ലേ? ആ നീതിയൊന്നും പുലർത്താതെ ശശി തരൂർ തുടരുമ്പോൾ ആ തുടർച്ച വളരെ വേഗം BJPയിലേക്കുള്ളൊരു കലർച്ചയായി മാറേണ്ടതുണ്ട്.